സമയം പോയി. എടാ തട്ടിട്ട് കൊല്ലു മുഖത്ത് നിറച്ച് പാണ്ടാണല്ലോ. നീ കുളിച്ചു സിനിമ ഒരു ഓഡീഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ അതിന് വേണ്ടി പോയാണ്. ഇതും പറഞ്ഞ കുറെ നാളല്ലേ നീ നിന്റെ ചേട്ടൻ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും നടക്കുവോ? ഇതൊക്കെ നടക്കും. ഇതെല്ലാം സെറ്റാണ് അച്ഛാ. അച്ഛാ അമ്മ എന്തേ? അമ്മ വരാൻ പറഞ്ഞേക്കെ. ഞാനേ സിനിമയുടെ ഓഡീഷന് പോയി പറഞ്ഞേക്കാം. ശരിട്ടാ മോനെ. എന്താ വെച്ചാ എടാ നിനക്ക് അവനക്ക് 10-29 വയസ്സായി. നീ അവനൊരു സിനിമ നന്നായിട്ട് കണ്ടിട്ട് വേണം ഈ അച്ഛനൊന്ന് കണ്ണടക്കാൻ. അതെന്റെ ഒരു ആഗ്രഹം. അച്ഛക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് പോണ സിനിമ പൃഥ്വിരാജിന്റെ പടത്തിന്റെ ഓഡീഷന്റെ എന്തായാലും കിട്ടും. പിന്നെ അച്ഛൻ്റെ ഒക്കെ പ്രാർത്ഥന ഇല്ലേ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ശരി. എന്താടാ മതിയടാ ഇതടക്ക. എന്തേടാ കൊഴിഞ്ഞ? ചെറുതായിട്ട്. സമയത്രേ? എന്തേടാ സമയം ചോദിച്ചേ? എടാ ഇതേ 11 മണിയാകുമ്പോ എറണാകുളത്ത്. നാളെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങല്ലേ. വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? ഹേയ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കല്ലേ. എടാ മുത്തു, നീ വലിയ നടനായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മറക്കോ? എനിക്ക് അരണട ബുദ്ധിയ മറക്കില്ല കേട്ടോ മോനെ. ഒരു കാര്യം വന്ന വഴി മറക്കാതെ എനിക്കെല്ലാ വഴി ഓർമ്മ സൂചിച്ചു. നിന്റെ അച്ഛൻ എന്റെ അച്ഛനിട്ട് വിളിച്ചാണ്ടല്ലോ. അച്ഛനോട് ചെല്ല. നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ. മൈ ഗോഡ് പിച്ചാത്തിരവി. മുത്തു ഞങ്ങ പോണ്. നിന്റെ അച്ഛൻ കണ്ട പ്രശ്നം. എടാ നിന്നിവിടെ പോയി. പൊന്നു മോനെ, നിന്നെ കൊണ്ടിരുന്നോളെ ചീത്തപ്പേര് ഞങ്ങക്കുണ്ട്. വിളിക്കലിയ. എടാ എടാ നീ കാലത്ത് തന്നെ എവിടെ നടക്കുന്നു? ഞാൻ ഓടാൻ ആ റേഷൻ പോയി മേടിച്ചു കൊടുത്ത എന്തോ അവൻ കുറെ പൗഡറൊക്കെ വാരി പോത്ത് വെച്ചിട്ട് ഓഡീഷൻ പറഞ്ഞ ഞങ്ങൾ പോകണ്ടായിരുന്നു. ഓഡീഷനാ? എവിടാ? അതെനിക്കറിയില്ല, എവിടെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ അവൻ സെലക്ഷൻ ആവും. കാരണം അവൻ നിന്നേക്കാൾ ഇത്രക്കോളം ഭംഗിയുണ്ട്. നീ അവനിക്ക് ഒരേ മാതിരിയാണ്, അത് വേറെ കാര്യം. പക്ഷെ നിന്റെ കാര്യം നോക്കുമ്പോൾ എനിക്കൊരു പേടി. നീയും അവനൊരു നടനായി കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ? അച്ഛാ ചെല്ല്, ഞാൻ റേഷൻ മേടിച്ചു കൊടുക്കും. അച്ഛനോടെ പോണ്. ഞാൻ പണിക്ക് പോണ്. അച്ഛൻ പണിക്ക് പോകാണ്ട് കുടുംബത്തെ അരി പോവില്ല മോനെ. അച്ഛാ അച്ഛാ ദേഹത്ത് പരിക്കുപറ്റാ നോക്കണം. നോക്കി കണ്ടൊക്കെ പണിയെടുക്കട്ടാ. മോൻ പോയിട്ട് ആ ബോരി എടുത്തിന് എനിക്ക് ചൂടാറും. എന്നും ദൂരി എന്നും ദൂരി. നന്ദു ചേട്ടൻ ബൈ. നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടേക്കാണ്? പതിവില്ലാണ്ടൊരു സ്നേഹം പറ ചേട്ടാ. കേറ, ഞാൻ പറയാ. ഇതെവിടേക്കാണ് ഈ പോണത്? വയ്യ നടക്കാനായിട്ട്. എടാ നീ പോയ കാര്യം എന്തായി? ആ സെലക്ഷൻ കിട്ടി. ഞാൻ പിന്നെ ഇത് വീട്ടിൽ വന്നിട്ട് പറയാൻ വേണ്ടി നിന്നാണ്. പിന്നെ ചേട്ടൻ ചോദിച്ചായിരുന്നു. നിനക്ക് ഈ ഷർട്ട് ഇഷ്ടമായ? ആ ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പാകം, എനിക്ക് നല്ല മാച്ചാണ്.
ഇന്നലെ മാറി നോക്കി ബാംഗ്ലൂർ ഈ ഷർട്ട് എടുക്കണ്. ചേട്ടൻ വാങ്ങിച്ചാണല്ലേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച ഷർട്ടാണ്. അടെ ഏതാ പടം? പ്രത്യേകന്റെ പടമാണ്. പൃഥ്വിരാജിന്റെ പടത്തിൽ സെലക്ഷൻ കിട്ടി എനിക്ക്. എന്നാലും എനിക്കൊരുപാട് സന്തോഷാടാ. ഈ ചേട്ടന് ഒരുപാട് സന്തോഷായി. നിന്നെ ഇനി എനിക്ക് സിനിമയിൽ കാണാൻ പറ്റുമല്ലടാ. ഒരുപാട് സന്തോഷാടാ. നമ്മുടെ വീട്ടില് ഒരു നാട്ടം മതി, അത് ഞാൻ മതി. നാട്ടനാവാൻ വന്നേക്കിടും പന്നി. ഈ ചേട്ടനോട് ക്ഷമിക്കടാ.